തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിൽ ആർ സുഗതൻ അയോഗ്യനാകുമോ എന്ന് ഇന്നറിയാം. നിർണായക കൌൺസിൽ യോഗം ഇന്നു ചേരും. സുഗതന്റെ അവധി അപേക്ഷ മേയർ കൌൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കും. അപേക്ഷയെ എതിർക്കാനാണ് LDFന്റെയും UDFന്റെയും തീരുമാനം. അവധി അപേക്ഷ വോട്ടിനിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. അവധി അപേക്ഷ പാസ്സായില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ വെച്ചടക്കം ഒരു സത്യപ്രതിജ്ഞ നടന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറെ നാടകീയമായ രംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. പക്ഷേ സുഗതന്റെ യോഗ്യതയും അയോഗ്യതയും സംബന്ധിച്ചുള്ള ഒരു നിർണായക തീരുമാനം അത് ഇന്ന് അറിയാൻ പറ്റും. പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ഇതിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതൻ നൽകിയ അവധി അപേക്ഷ 6 മാസത്തേക്കാണ്. 6 മാസത്തേക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട മേയർ VV രാജേഷ് നിയമോപദേശം തേടിയിരുന്നു. പക്ഷേ നിയമോപദേശം ലഭിച്ചത് 2 തരത്തിലാണ്. അവധി അപേക്ഷ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളും അതേസമയം തന്നെ അവധി അപേക്ഷ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യവും. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അത് അംഗീകരിച്ചാൽ അത്ര മുന്നോട്ട് പോകാൻ, അത് വിജയകരമായി മുന്നോട്ട് പോകാൻ എളുപ്പമല്ല എന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് നിർണായകമാവുക. ഇന്ന് അവധി അപേക്ഷ കൗൺസിലിൽ അറിയിക്കുമ്പോൾ സ്വാഭാവികമായി കടുത്ത എതിർപ്പ് പ്രതിപക്ഷം, അത് UDFും LDFും ഒരുപോലെ ഉയർത്തും. ആ ഘട്ടത്തിൽ മേയർ എന്തായിരിക്കും എടുക്കുന്ന തീരുമാനമെന്നതാണ് പ്രധാനമാവുക. വോട്ടിനിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിന് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ പോലും നേരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് നിയമ നടപടിയുമായി UDFും LDFും പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം കാപ്പ കേസിലെ പ്രതിയാണ് സുഗതൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ വ്യക്തിക്ക് അവധി നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടാണ് LDFിനും UDFിനും ഉള്ളത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിൽ യോഗം സമാനമായി സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യമുയർത്തി UDFും LDFും വലിയ പ്രതിഷേധമുയർത്തി. അത് സംഘർഷത്തിലേക്ക് നീങ്ങിയതുമാണ്. സമാനമായ പ്രതിഷേധം ഇന്നും LDF UDF അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയും കോർപ്പറേഷൻ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വാഴോട്ടുകോണത്തെ കൗൺസിലറായ സുഗതൻ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ വെച്ചാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ പോലും നടന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ആയുധമാക്കി തന്നെയാണ് UDFും LDFും മുന്നോട്ട് പോകുന്നത്. സുഗതൻ അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം തുലാസിലാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ BJPയുടെ തുടരുന്നത്. അതാണ് സുഗതനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, വലിയ വിമർശനങ്ങൾ. ഇന്നിപ്പോൾ സുഗതന്റെ അയോഗ്യത സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനം അറിയാൻ കഴിയും. റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.